Accounting for partnership. Basic concepts. Calculation of interest on capital. Question number 43. A and B are partners in a firm. Their capital accounts showed the balance on 1st January 2003 as A rupees 20,000, B rupees 15,000. ഇവിടെ 2003 എന്ന് വന്നിരിക്കുന്നത് പഴയ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ്. പുതിയ ടെക്സ്റ്റൊക്കെ ആണെങ്കിൽ 2018, 19 അങ്ങനെയൊക്കെയാണ് വരാം. ഡ്യൂറിംഗ് ദ ഇയർ 2003, എ ഇൻട്രഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 10,000 ഓൺ 1st May 2003, whereas B brought in further capital of rupees 15,000 on 1st July 2003. Interest on capital is allowed at the rate of 10% per annum. Assuming that the accounting year closes on 31st December every year, calculate interest on capital of A and B. ഇവിടെ രണ്ട് പാർട്ട്നേഴ്സാണ് വരുന്നത്, എ ആൻഡ് ബി. അവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഏതാണ്? എ 20,000, ബി 15,000. ഓപ്പണിംഗ് ഡേറ്റ് ഏതാണ്? 1st January 2003 ആണ്. ഇനി ആ വർഷം രണ്ടുപേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്താണെന്ന് നോക്കി നോക്കാം. എനെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. എത്രയാണ് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? 10,000 ആണ്. ഏത് ഡേറ്റിലാണ്? 1st May 2003 അപ്പോൾ എ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എത്ര മാസങ്ങൾക്ക് ശേഷമാണ്? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസങ്ങൾക്ക് ശേഷമാണ് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ബി ബ്രോട്ട് ഇൻ ഫർദർ ക്യാപിറ്റൽ 15,000. ബിയും അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഏതാണ് ഡേറ്റ്? 1st July ആണ്. അപ്പോൾ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചേഞ്ച് വന്നിരിക്കുന്നത് 6 മാസങ്ങൾക്ക് ശേഷമാണ്. അതായത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഇനി ഇവരുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 6% ആണ്. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 ഭാഗമായിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം ഓപ്പണിംഗ് ക്യാപിറ്റൽ ചേഞ്ച് വന്നതുകൊണ്ടാണ് 2 ഭാഗമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ ആയിരിക്കും? ഓപ്പണിംഗ് ഡേറ്റ് മുതൽ എന്നാണ് ചേഞ്ച് വന്നത് ആ ഡേറ്റ് വരെ. അപ്പോൾ എനെ സംബന്ധിച്ചിടത്തോളം ഓപ്പണിംഗ് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ ആയിരിക്കും? 1st Mayയിലാണല്ലോ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് ഡേറ്റ് വരെ ആയിരിക്കും? 30th April വരെ ആയിരിക്കും. എയുടെ രണ്ടാമത്തെ ഭാഗം കാൽക്കുലേറ്റ് ചെയ്യുന്നതോ ചേഞ്ച് ചെയ്ത ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ. അതായത് 1st May തൊട്ട് 31st December വരെ എത്ര മന്ത്സ് ഉണ്ട്? 8 months ആണ് വരുന്നത്. ഇനി ബിയുടെ നോക്കാം. ബിയുടെ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ്? ആദ്യത്തെ ഭാഗത്തിൽ ഏത് ഡേറ്റ് വരെയാണ് ഉൾക്കൊള്ളുന്നത്? 1st January തുടങ്ങി 30th June വരെ. 30th June എന്നുള്ളത് എങ്ങനെ കിട്ടിയത്? 1st Julyയിലാണ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര മാസമാണ്? 6 months ആണ്. ഇനി ബിയുടെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ ആയിരിക്കും? 1st July തുടങ്ങി 31st December വരെ ആയിരിക്കും. എത്ര മാസമാണ്? 6 months ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഹെഡിങ് കൊടുത്തു, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ കോളം കൊടുത്ത് ചെയ്താൽ മതി. പർട്ടിക്കുലേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എ ആൻഡ് ബി. എയുടെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എയുടെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണത് ഏത് എമൗണ്ടുകളാണ്? ഓപ്പണിംഗ് ക്യാപിറ്റലുകളാണ്. എത്രയായിരുന്നു ഓപ്പണിംഗ് ക്യാപിറ്റൽ? 20,000 ആയിരുന്നു. ഓപ്പണിംഗ് ക്യാപിറ്റലിൽ എത്ര മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? എന്നാണോ ചേഞ്ച് വന്നിരിക്കുന്നത് ആ ഡേറ്റ് വരെ കാൽക്കുലേറ്റ് ചെയ്യാം. ഏത് ഡേറ്റിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്? 1st Mayയിലാണ്. അപ്പോൾ ഏത് ഡേറ്റ് വരെ കാൽക്കുലേറ്റ് ചെയ്യാം? 30th April വരെ. 1st January 2003 to 30th April, 4 months. അപ്പോൾ എത്രയാണെന്ന് നോക്കാം. 20,000 ഇൻറ്റു 6/100 ഇൻറ്റു 4/12, 400. ഇനി ചേഞ്ച് ചെയ്ത ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ചേഞ്ച് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 20,000 ആയിരുന്നു. അഡീഷണൽ ക്യാപിറ്റൽ എത്രയായിരുന്നു? 10,000. അപ്പോൾ 1st Mayയിൽ എയുടെ ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 30,000 ആയിട്ട് മാറി. 30,000 എങ്ങനെ കിട്ടിയത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ.
അപ്പോൾ നമുക്കിനി 30,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ്? 1st May 2003 to 31st December 2003. എത്ര മാസമുണ്ട്? 8 months ആണ് വരുന്നത്. അപ്പോൾ 8 monthsലേക്കുള്ള ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 8/12 1,200. അപ്പോൾ ഇവിടെ എയുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 400 പ്ലസ് 1,200 1,600. ഇനി നമുക്ക് ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ്? 1st January തുടങ്ങി. എന്നാണോ ചേഞ്ച് വന്നിരിക്കുന്നത് ആ ഡേറ്റ് വരെ? ചേഞ്ച് വന്നത് 1st July എന്നാണ് വന്നിരിക്കുന്നത്. ജൂലൈയുടെ ഓപ്പണിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഡേറ്റ് വരെ വെച്ചുള്ള ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. 30th June എത്ര മാസമാണ് വരുന്നത്? 6 months. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 15,000 ആയിരുന്നു. അപ്പോൾ 15,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12 450. ഇനി 1st July എന്താ സംഭവിച്ചത്? അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ബിയുടെ ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 30,000 ആയിട്ട് മാറി. ഈ 30,000 എങ്ങനെ കിട്ടിയത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ 15,000 ആയിരുന്നു പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ 15,000. അപ്പോൾ എത്രയായിട്ട് മാറി? 30,000. ഈ 30,000 ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ചേഞ്ച് ചെയ്ത ഡേറ്റ് മുതൽ, അതായത് 1st July 2003 ടു 31st December 2003. എത്ര മന്ത്സാണ്? 6 months. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12 900. അപ്പോൾ ഇവിടെ ബിയുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 450 പ്ലസ് 900 1,350. അപ്പോൾ നമുക്കിവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് അറിയണം, ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഡേറ്റ് അറിയണം, അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റലിന് ചേഞ്ച് വന്ന ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടാമത് ചേഞ്ച് ചെയ്ത ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ 2 ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഒരു പാർട്ട്ണറുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 44. ആനന്ദ് ഹാസ് എ ക്യാപിറ്റൽ ബാലൻസ് ₹30,000 അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. ബിഗിനിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സ്റ്റാർട്ടിങ്ങിൽ. ഇൻ ദ മിഡിൽ ഓഫ് ദ ഇയർ ഹി വിഡ്രൂ ₹10,000 ഫ്രം ഹിസ് ക്യാപിറ്റൽ. മിഡിലായിപ്പോൾ, മിഡിൽ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 6 മാസം കഴിഞ്ഞപ്പോൾ 10,000 വിഡ്രോ ചെയ്തു. ഹി ഈസ് എൻറ്റൈറ്റിൽ ടു ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 10% പെർ ആനം. അവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 10% ആണ്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് ആനന്ദ്. ഇതിൽ ഒരു പാർട്ട്ണറുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആദ്യം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏതിലായിരിക്കണം? ഓപ്പണിംഗ് ക്യാപിറ്റലിലായിരിക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റലിന് എത്ര മാസം വരെ കാൽക്കുലേറ്റ് ചെയ്യാം? എന്നാണോ ചേഞ്ച് വരുന്നത് ആ ഡേറ്റ് വരെ. ഇപ്പോൾ നമുക്കറിയാം ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് തന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. 1st January അല്ലെങ്കിൽ 1st April ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ 1st January ആയിട്ട് എടുക്കാം. അപ്പോൾ 1st January 30,000 ആയിരുന്നു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നത്. ചേഞ്ച് വന്നത് എന്നായിരുന്നു? ഇൻ ദ മിഡിൽ ഓഫ് ദ ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 മാസം, മിഡിൽ എന്ന് പറയുമ്പോൾ 6 മാസമാണ്. 6 മാസം കഴിഞ്ഞാൽ വരുന്ന ഡേറ്റ് ഏതാണ്? 1st July. അപ്പോൾ 1st July 10,000 വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ്? 1st January തൊട്ട് 30th June വരെ 30,000 ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 30,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12. അപ്പോൾ എത്ര കിട്ടും? 1,500. ഇനി 1st July തൊട്ട് 31st December വരെ ഉള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം 1st July ഇപ്പോൾ എന്താ സംഭവിച്ചത്? വിഡ്രോ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. എത്ര വിഡ്രോ ചെയ്ത്? 10,000 ആണ്. അപ്പോൾ 1st July 10,000 വിഡ്രോ ചെയ്തപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 20,000 ആയിട്ട് മാറി. എങ്ങനെ 20,000 കിട്ടിയത്? 30,000 മൈനസ് 10,000. അപ്പോൾ നമുക്കിവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് എമൗണ്ടുകളായിരിക്കണം? 20,000 ആയിരിക്കണം. 20,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12. അപ്പോൾ എത്രയായിരിക്കും വരിക?
1000 ആയിരിക്കും വരിക. അങ്ങനെ ആ വർഷത്തെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 1500 പ്ലസ് 1000, 2500. Next one, question number 45. M and N are partners in a firm. Their capital accounts on 1st January 20,000, 15,000 respectively. അപ്പോൾ രണ്ട് പാർട്ട്നേഴ്സാണ് എം ആൻഡ് എൻ. അവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 20,000, 15,000. ഡേറ്റ് 1st January 2003. During the year, M introduced additional capital rupees 10,000 on 1st May. N brought in rupees 15,000 on 1st July. N withdrew rupees 5,000 from his capital on 1st October. Interest is allowed at the rate of 6% per annum on the capital. Calculate the interest to be paid. അപ്പോൾ നമുക്കിവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ടത് എന്തൊക്കെയാണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയെന്ന് അറിയണം, ഓപ്പണിംഗ് ഡേറ്റ് അറിയണം, ഏതൊക്കെ ഡേറ്റുകളിലാണ് ചേഞ്ചസ് വന്നതെന്ന് അറിയണം. അപ്പോൾ ആദ്യം നമുക്ക് പാർട്ട്ണർ എമ്മിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം എമ്മിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വന്ന ചേഞ്ച് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എമ്മിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 20,000 ആണ്. അതിനുശേഷം എം എന്താണ് ചെയ്തിരിക്കുന്നത്? അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാണ്? 1st മെയിലാണ്. അതിനുശേഷം എമ്മിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് രണ്ട് ഭാഗമായിട്ടാണ് എമ്മിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആദ്യം ഏതായിരിക്കണം? ഓപ്പണിംഗ് ഡേറ്റ് മുതൽ ചേഞ്ച് ചെയ്ത ഡേറ്റ് വരെ. ചേഞ്ച് ചെയ്തത് ഏതാണ്? 1st മെയിലാണ്. അപ്പോൾ അതുകൊണ്ട് 30th ഏപ്രിൽ വരെ ആയിരിക്കണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലിനെ 1st ജാനുവരി തൊട്ട് 30th ഏപ്രിൽ വരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ എം ഫ്രം 1st January 2003 to 30th April 2003. എത്ര മാസമാണ് വരുന്നത്? 4 months ആണ് വരുന്നത്. അപ്പോൾ 4 monthsലേക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 20,000 ഇൻറ്റു 6/100 ഇൻറ്റു 4/12, 400. ഇനി അടുത്ത ഏതാണ്? ചേഞ്ച് ചെയ്ത ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ, അതായത് 31st December വരെ. നമുക്കറിയാം എമ്മിന് വന്നിരിക്കുന്ന ചേഞ്ച് എന്താണ്? അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. എത്രയാണ്? 10,000 ആണ്. അപ്പോൾ എമ്മിൻ്റെ ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 30,000 ആയിട്ട് മാറി. കാരണം 20,000 ആയിരുന്നു ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന അഡീഷണൽ ക്യാപിറ്റൽ 10,000 ആണ്. അപ്പോൾ 1st മെയിൽ എമ്മിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 30,000 ആയിട്ട് മാറി. ഈ 1st മെയ്ക്ക് ശേഷം വേറെ ചേഞ്ച് ഒന്നും വരാത്തതുകൊണ്ട് 1st മെയ് തൊട്ട് 31st December വരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര മന്ത്സ് ആണ് വരുന്നത്? 8 months ആണ് വരുന്നത്. അപ്പോൾ 8 monthsലേക്ക് ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 8/12, 1,200. അങ്ങനെ എമ്മിൻ്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 400 പ്ലസ് 1,200, 1,600. ഇനി നമുക്ക് എന്നിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് എന്നിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏതൊക്കെ ഡേറ്റുകളിലാണ് ചേഞ്ച് വന്നേക്കണമെന്ന് നോക്കാം. ആദ്യത്തെ ഡേറ്റ്, ഓപ്പണിംഗ് ഡേറ്റ് ഏതാണ്? 1st January 2003 ആണ്. പിന്നെ ചേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ്? 1st ജൂലൈയിലാണ്. 1st ജൂലൈയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ബ്രോട്ട് ഇൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കോൺട്രിബ്യൂഷൻ ഓഫ് അഡീഷണൽ ക്യാപിറ്റലാണ്. അപ്പോൾ ഇവിടെ 1st ജാനുവരിയിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ 15,000 ആയിരുന്നു. 1st ജൂലൈ ആകുമ്പം അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിനുശേഷം പിന്നെയും ചേഞ്ച് വന്നിട്ടുണ്ട്. എന്ത് ചേഞ്ച് വന്നിരിക്കുന്നത്? എന്നാണ്? എൻ വിഡ്രൂ rupees 5,000 ഫ്രം ഹിസ് ക്യാപിറ്റൽ ഓൺ 1st October. 1st ഒക്ടോബറിൽ 5,000 വിഡ്രൂ ചെയ്തു. അപ്പോൾ എന്നിനെ സംബന്ധിച്ചിടത്തോളം 2 ഡേറ്റുകളിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്നിനെ സംബന്ധിച്ചിടത്തോളം 3 ഭാഗങ്ങളായിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ 3 ഭാഗങ്ങൾ, പാർട്ടുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന്, 1st ജാനുവരി തൊട്ട് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഡേറ്റ് വരെ. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഏതാണ്? 1st ജൂലൈയിലാണ്. അപ്പോൾ 1st ജാനുവരി തൊട്ട് 30th ജൂൺ വരെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം 1st ഒക്ടോബറിൽ വിഡ്രോ ചെയ്തു. അപ്പോൾ നമ്മളിവിടെ രണ്ടാമത്തെ ഭാഗം ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ഡേറ്റ് ഏതാണ്? 1st ജൂലൈ തൊട്ട്
ഫസ്റ്റ് ഒക്ടോബർ വരെ. ഫസ്റ്റ് ഒക്ടോബർ വരെ എന്ന് പറഞ്ഞാൽ 30th സെപ്റ്റംബർ വരെ. എത്ര മാസമുണ്ട്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 3 മാസം വരുന്നുണ്ട്. കാരണം എന്തായിരുന്നു? 5000 വിഡ്രോ ചെയ്തു. ഇനി മൂന്നാമത്തെ പാർട്ട് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ ആയിരിക്കും? ഫസ്റ്റ് ഒക്ടോബർ തൊട്ട് 31st ഡിസംബർ വരെ. ആ 3 മാസത്തിൻ്റെ ഇടയിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെ 3 മാസത്തേക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്നിനെ സംബന്ധിച്ചിടത്തോളം 3 പാർട്ടായിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഒന്ന് ഓപ്പണിംഗ് ഡേറ്റിൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ ഫസ്റ്റ് ജൂലൈയിൽ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, ഫസ്റ്റ് ഒക്ടോബറിൽ വിഡ്രോ ചെയ്തു. അതുകൊണ്ടാണ് 3 ഭാഗങ്ങളായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 3 ഭാഗങ്ങളായിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 15,000 ആയിരുന്നു. ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ്? ഓപ്പണിംഗ് ഡേറ്റ് മുതൽ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഡേറ്റ് വരെ. എന്നാണ് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ജൂലൈയിൽ. അപ്പോൾ ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഫ്രം 1st January 2003 ടു 30th ജൂൺ. തലേ ദിവസം വരെയുള്ള ഡേറ്റ് വെച്ചിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. 30th ജൂൺ 2003. എത്ര മാസമുണ്ട്? 6 months ആണ് വരുന്നത്. അപ്പോൾ 15,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12 എത്രയാണ്? 450. ഇനി അടുത്ത ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഡേറ്റ് മുതൽ വിഡ്രോ ചെയ്ത ഡേറ്റ് വരെ. നമുക്കറിയാം ഫസ്റ്റ് ജൂലൈയിൽ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? 15,000 ആണ്. അപ്പോൾ എന്നിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 15,000-ൽ നിന്നും 30,000 ആയിട്ട് മാറി. അപ്പോൾ നമുക്കിവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് എമൗണ്ടുകളായിരിക്കണം? 30,000 എത്ര മാസത്തേക്ക്? നമുക്കറിയാം ഫസ്റ്റ് ഒക്ടോബറിൽ വെച്ചിട്ട് വീണ്ടും വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെപ്റ്റംബർ കഴിയുന്നത് വരെയുള്ള ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാം. ഏത് ഡേറ്റ് മുതൽ? ഫസ്റ്റ് ജൂലൈ തൊട്ട്. കാരണം 30th ജൂൺ വരെയുള്ള ഇൻട്രസ്റ്റ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ജൂലൈ തൊട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ജൂലൈ തൊട്ട് 30th സെപ്റ്റംബർ വരെ എത്ര മാസമാണ് വരുന്നത്? 3 months ആണ് വരുന്നത്. അപ്പോൾ 3 monthsലേക്കുള്ള ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 3/12 450. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ 30th സെപ്റ്റംബർ വരെയുള്ളത് കഴിഞ്ഞു. ഇനി ഏത് ഡേറ്റ് മുതലാണ്? ഫസ്റ്റ് ഒക്ടോബർ തൊട്ട് ക്ലോസിംഗ് ഡേറ്റ് വരെ. നമുക്കറിയാം ഫസ്റ്റ് ഒക്ടോബറിൽ എന്നെ എന്താണ് ചെയ്തിരിക്കുന്നത്? വിഡ്രോ ചെയ്തിരിക്കുകയാണ്. 5,000 വിഡ്രോ ചെയ്തു. അപ്പോൾ എന്നിൻ്റെ ക്യാപിറ്റൽ 30th സെപ്റ്റംബർ വരെ എത്രയായിരുന്നു? 30,000 ആയിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഒക്ടോബർ തൊട്ട് ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 25,000 ആയിട്ട് മാറി. അപ്പോൾ എത്ര മാസമാണ് വരുന്നത്? ഫസ്റ്റ് ഒക്ടോബർ ടു 31st ഡിസംബർ വരെ എത്ര മാസമാണ്? 3 months ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 25,000 ഇൻറ്റു 6/100 ഇൻറ്റു 3/12 375. അപ്പോൾ നമുക്കിവിടെ 25,000 എങ്ങനെ കിട്ടിയത്? അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ 30,000 ആണ്. 5,000 വിഡ്രോ ചെയ്തപ്പോൾ 25,000 ആയി. അപ്പോൾ ഒന്നുകൂടി നോക്കാം. എന്നിൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 15,000 ആയിരുന്നു. 15,000 കൂടി അഡീഷണലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 30,000 ആയിട്ട് മാറി. വീണ്ടും അതിൽ നിന്ന് 5,000 വിഡ്രോ ചെയ്തപ്പോൾ ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 25,000 ആയിട്ട് മാറി. അങ്ങനെ എന്നിനെ സംബന്ധിച്ചിടത്തോളം 3 ഘട്ടങ്ങളായിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 450 + 450 + 375 1275.